ഒരിക്കൽ കൂടി എല്ലാവർക്കും റമദാൻ മുബാറക്. ഏതെങ്കിലും ഗ്രോസറിയിലോ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലോ ഈ റമദാനിൽ അരി, പാലുൽപ്പന്നങ്ങൾ, പഞ്ചസാര, ഗോതമ്പ്, പൗൾട്രി ഫാം പ്രോഡക്റ്റുകൾ ഇങ്ങനെയുള്ള ഒരു 10ഓളം ഏറ്റവും എസൻഷ്യലായ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചതായി ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് അധികൃതരെ അറിയിക്കാൻ മടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അബുദാബി, ദുബായ് മുനിസിപ്പാലിറ്റി വൃത്തങ്ങളൊക്കെ പൊതുജനങ്ങൾ ഉണർത്താൻ വേണ്ടി നമ്പറുകൾ നൽകിയിട്ടുണ്ട്. അബുദാബിയിലാണെങ്കിൽ 800-555 നമ്പർ നോട്ട് ചെയ്ത് വെക്കണം. ദുബായിലാണെങ്കിൽ 600-545-55-55 ഈ നമ്പറുകളിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. അതുപോലെ ഓരോ എമിറേറ്റിലും DED എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വളരെ സജീവമായിട്ട് ഈ വില നിയന്ത്രണ പരിഹാര പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധ വേണം. അടിസ്ഥാന വസ്തുക്കൾ എന്ന് പറയാവുന്ന കാറ്റഗറിയിൽ വരുന്ന പയർ, പരിപ്പ് വസ്തുക്കളടക്കമുള്ളവ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്തുള്ള സാധനങ്ങൾക്ക് വില വർധനവ് ഒരു കാരണവശാലും പ്രാബല്യത്തെ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് ഈ റമദാനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന കാര്യം. കേരളമടക്കം ഇന്ത്യ മുഴുവനും അതുപോലെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും നാളെയാണ് റമദാൻ്റെ ആരംഭം എന്ന കാര്യം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അതിലേക്ക് പള്ളികളിലും അതുപോലെ തറാവിഹ് നമസ്കാര സ്ഥലങ്ങളിലുമൊക്കെ ശ്രദ്ധയോടുകൂടി വിശ്വാസികൾ വന്നടയുന്ന രാത്രിയായി ഇത് മാറിയിരിക്കുകയാണ്. ഒപ്പം ഒരു കാര്യം കൂടി, UAE-യിൽ അബുദാബിയുടെ ഭാഗത്തു നിന്ന് 1440 തടവുകാരെ റമദാൻ പ്രമാണിച്ച് മോചിപ്പിക്കാൻ പ്രസിഡന്റ് ഉത്തരവിട്ടിരിക്കുന്നു. ദുബായിലാണെങ്കിൽ 1856 തടവുകാരെ മോചിപ്പിക്കാൻ ദുബായ് ഭരണാധികാരി ഉത്തരവിട്ടിരിക്കുകയാണ്. ഒമാൻ ഒഴികെ UAE അടക്കം അതുപോലെ സൗദി അറേബ്യ അടക്കം ബഹ്റൈൻ അടക്കം മറ്റ് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഒമാൻ ഒഴികെ ഇന്ന് റമദാൻ്റെ ആദ്യ ദിനം ഉച്ചയ്ക്ക് ശേഷം പ്രകടമായ ഒരു കാര്യം, ഒരു 3 മണിക്ക് തുടങ്ങിയ ശക്തമായ ട്രാഫിക് തടസ്സങ്ങൾ അവിടെവിടങ്ങളിൽ ചെറിയ തട്ടലും മുട്ടലുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പോലീസ് വാഹനങ്ങൾ തത്സമയം ക്ഷമയോടുകൂടി ഇടപെട്ടത് പരിഹരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ യാത്രക്കാർ, വാഹനം ഓടിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് മാറിയത് പലതുമുണ്ട്. അത് ഈ അമിതമായ തിരക്ക് കൂട്ടി ക്ഷമയോടുകൂടി പോയില്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് അവസാനിക്കുകയുള്ളൂ, എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ളത്. ഇന്ന് 3 മണിക്ക് തുടങ്ങിയ ട്രാഫിക് കൃത്യം പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന 6:18, ദുബായിലാണെങ്കിൽ 6:18 ആ സമയം വരെയും ഉണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കണം. അതുപോലെ 4 മണിക്ക് ശേഷമുള്ള മെട്രോ നോക്കിയാൽ നല്ല തിരക്കായിരുന്നു. പൊതുജന ട്രാവൽ പരിഹാര മാർഗ്ഗങ്ങളെന്ന് പറയുന്ന ബസ്സുകളിലൊക്കെയും അതുപോലെ ടാക്സി പലയിടത്തും കിട്ടാനില്ലാത്ത സാഹചര്യം ഉണ്ടാവുകയും ആളുകൾ ഒരു ധൃതിപ്പെട്ടു പോകുന്ന ഒരു അന്തരീക്ഷം പ്രകടമായിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിൽ വെക്കണം. വരും ദിവസങ്ങളിലും അത് പ്രകടമാവും. പക്ഷേ ക്ഷമ പാലിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫൈൻ കൊടുക്കുന്ന പരിപാടി, അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെ ശ്രദ്ധേയമായി മാറേണ്ടതാണ്, നമ്മുടെ ചിന്തകളിൽ വരേണ്ടതാണ്. ഇറാനിൽ നാളെയാണ് റമദാൻ്റെ ആരംഭം. ഈ സമയത്ത് ഇറാനും റഷ്യയും ചേർന്നുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്തൊരു സംയുക്ത നാവികാഭ്യാസ പ്രകടനം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ പോകുന്നത് നിർത്തിവച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അവിടെ ട്രാഫിക് ഉണ്ടാവില്ല. ഒരു ലോകത്തിൻ്റെ എണ്ണ ഈ കൊണ്ടുപോകുന്ന കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 1/5 കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഈ ഹോർമൂസ് കടലിടുക്കെന്ന് പറയുമ്പോൾ അറേബ്യൻ ഗൾഫ് ഭാഗത്തു നിന്ന്, അതായത് പേർഷ്യൻ ഗൾഫ് ഭാഗത്തു നിന്ന് എണ്ണ ഗൾഫ് ഓഫ് ഒമാനിലേക്ക് കടന്നിട്ട് അവിടെ നിന്ന് അറബിക്കടലിലേക്ക് പോയിട്ട് പിന്നെ ഇന്ത്യൻ ഓഷനിലേക്ക് തിരിയുന്ന ആ വിശാലമായ പാതയുടെ ഏറ്റവും നാരോ ആയിട്ടുള്ള ഭാഗമെന്ന് പറയാവുന്ന 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു കടലിടുക്കാണ് ഹോർമൂസ് കടലിടുക്ക്. അവിടെ എന്തെങ്കിലും അടയ്ക്കുകയോ തുറക്കുകയൊക്കെ ചെയ്യുന്നതെല്ലാം ലോകത്ത് നിർണായകമായ സാമ്പത്തിക സമവാക്യങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണ്. ദുബായിൽ RTA ഒരു പുതിയ 3.5 കിലോമീറ്റർ റോഡ് തുറന്നു കൊടുക്കുന്നത് ഈ സിലിക്കൺ ഒയാസിസ് ഭാഗത്ത്, അക്കാഡമിക് സിറ്റി ഭാഗത്ത് അവിടേക്കുള്ള ആളുകൾക്ക് ട്രാവൽ ടൈം കുറയ്ക്കുന്നതിൽ കാര്യമായ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്നായി മാറുകയാണ്. ഒന്ന്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനെയും ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ സ്ട്രീറ്റിനെയും തമ്മിൽ യോജിപ്പിക്കാവുന്ന 3.5 കിലോമീറ്റർ നിർണായകമാണ്. ഒരു വർസാൻ 4ൻ്റെ കാര്യമാണെങ്കിലും അതല്ല അക്കാഡമിക് സിറ്റിയുടെ ഭാഗത്ത്, നമ്മുടെ ഈ സിലിക്കൺ ഒയാസിസ് ഭാഗത്ത് അവിടേക്കുള്ള ട്രാഫിക്കെല്ലാം നിലവിലുള്ള തടസ്സത്തിൻ്റെ ഒരു 60% മാറിക്കിട്ടും എന്നാണ് ഈ ഒരു പുതിയ റോഡിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെടുത്തി ഉദ്യോഗസ്ഥർ പറയുന്നത്.
Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent a Car, Dr. Rasina Ayurvedic Clinic, Ain Golden Diamonds, Choco World, Abu Dhabi.